ഹലോ എവരി വൺ, ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിങ്ങിൽ നിങ്ങളുടെ എല്ലാവരെയും സ്വാഗതം. അപ്പോൾ എൻ്റെ ഫാമിലിയുടെ വകയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ലേറ്റ് ആയിപ്പോയല്ലേ ഈ വീഡിയോസൊക്കെ ഇടാനായിട്ട്. ഇന്നലത്തെ വേറൊരു ചാനൽ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ഒത്തിരി പണിയൊന്നും ചെയ്യാതെ നമുക്കൊരു ബിരിയാണി നോക്കിയാലോ. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് 1/2 കിലോ ചിക്കൻ വേണം. അതിനകത്ത് നമുക്കാണെങ്കിൽ 100 ഗ്രാം നമുക്ക് തൈര് വേണം. പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ സ്റ്റാർ അനീസ് ഇതെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ അതിനകത്ത്. നമുക്കാണെങ്കിൽ ഹൈദരാബാദി ബിരിയാണി മസാല ഞാൻ ആഡ് ചെയ്തൊക്കെ ഒരു 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈസിനനുസരിച്ച് മുളക് പൊടി ഇട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡറും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അവരുടെ ഇഷ്ടമെന്ന് വെച്ചാൽ സ്പൈസി കഴിക്കാൻ താല്പര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ആഡ് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് 1/2 മുറി നാരങ്ങയുടെ നീരിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിനയില 1 ഹാൻഡ്ഫുൾ നിറച്ച് പുതിനയിലയും പിന്നെ 1 ഹാൻഡ്ഫുൾ നിറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കിലോ ഞാനാണെങ്കിൽ സവാള ഫ്രൈ ചെയ്ത് ഇതേപോലെ ബരിസ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 80% ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് മേളിൽ ലെയറിന് വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ സവാളയൊക്കെ വറുത്ത് വെച്ച എണ്ണയില്ലേ, ആ എണ്ണയിൽ 2 ടേബിൾ സ്പൂൺ നിറച്ച് എണ്ണ നമുക്ക് അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റ് വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, സെറ്റ് ആകാനായിട്ട്. അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ 2 മണിക്കൂറത്തേക്കാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറത്തേക്ക് വെച്ചാലും മതി. അപ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂറത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചൊന്ന് വെക്കാം. ഇനി നമുക്കാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് കുങ്കുമപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിനകത്ത് നമുക്കാണെങ്കിൽ കുറച്ച് ഒരു ചൂട് പാൽ, 1/2 കപ്പ് പാൽ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്, അതും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇതിന് പകരം ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ അരിയാണെങ്കിൽ 500 ഗ്രാം ചിക്കന് 500 ഗ്രാം തന്നെ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂറത്തേക്ക്. ഇനി ഒരു സൈഡ് ഞാനാണെങ്കിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ 2 ബേ ലീവ്സ്, കറുവാപ്പട്ട, ഏലക്ക, പിന്നെ ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 മുറി നാരങ്ങയുടെ നീര് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനകത്ത് നാരങ്ങയുടെ തോട് ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 3 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി അധികം വെക്കണേ, അപ്പം എന്നാലും അരിക്കൊക്കെ ഉപ്പ് നന്നായി പിടിച്ച് കയറിയുള്ളൂ. പിന്നെ നമ്മളാണെങ്കിൽ സവാളയൊക്കെ വറുത്ത എണ്ണയില്ലേ, ആ എണ്ണയിൽ നിന്ന് ഇച്ചിരി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ അരിയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഇതുപോലെ തിളച്ച് വരത്തില്ല, ആ സമയത്ത് നമുക്ക് ഈ അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരിയൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരു തിള വന്നാൽ മതി. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നമുക്ക്. ഇത് അരി ദമ്മിൽ കിടന്ന് ഇത് വേവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ എല്ലാം മാഗ്നേറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹെവി ബോട്ടം പാത്രം എടുക്കുക, എന്നിട്ട് അതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കും ഇതുപോലെ. ഇത് ഞാൻ ചിക്കൻ മുഴുവനായിട്ട്, ഇപ്പോൾ ചിക്കൻ വെന്തിട്ടൊന്നും ഇല്ല കേട്ടോ, ചിക്കൻ ഇനി വേവാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്കത് അരി തിളപ്പിച്ച വെള്ളമില്ല, അതിനകത്തൊരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ഈ തവിയിൽ 3 തവി നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഈ അരിയിൽ നിന്ന് വെള്ളമെല്ലാം മാറ്റി ഒരു ഓട്ടത്തവിയില്ലേ, അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്കാണെങ്കിൽ നമ്മളൊന്ന് സ്പൈസസ് ഇട്ട് കൊടുത്തേക്കുന്നില്ലേ, അപ്പോൾ നമുക്ക് അതൊക്കെ വേണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതണക്ക് നമുക്കെല്ലാം ഇതനുസരിച്ച് എല്ലാം എടുത്ത് ഇട്ട് കൊടുക്കുക ലെയറായിട്ട്. ഇതെല്ലാം മുഴുവൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ അതിനകത്ത് കുങ്കുമപ്പൂ നമ്മൾ ചലിച്ച് വെച്ചിരുന്നില്ലേ പാലിനകത്ത്, അത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആണെങ്കിൽ സവാള വറുത്ത് വെച്ചത് കുറച്ച് ബാക്കി വെച്ച് അത് അതിട്ട് കൊടുക്കാം. പുതിനയില, മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 ടേബിൾ സ്പൂൺ ഇതുപോലെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇത് എന്തെങ്കിലും അലുമിനിയം ഫോയിലും കൊണ്ട് നമുക്ക് മേളിൽ കൂടെ നല്ലതായിട്ട് അടച്ചു കൊടുക്കണം, സീൽ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മേളിൽ ഒരു അടപ്പും വെച്ച് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഹെവി ബോട്ടോ എന്തെങ്കിലും ഒരു സാധനങ്ങളോ അതിൻ്റെ മേളിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള സാധനം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളാണെങ്കിൽ ദോശ തവയില്ലേ, എൻ്റെയാണ് കാസ്റ്റ് അയൺ തവയാണ് കേട്ടോ, അത് ഇച്ചിരി ഹെവിയാണ്. അപ്പോൾ അത് അതിൻ്റെ അടിക്ക് വെച്ച് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 50 തൊട്ട് 55 മിനിറ്റത്തേക്ക് ദമ്മിൽ വെച്ചേക്കണം കേട്ടോ. അതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഒരു 10 മിനിറ്റേക്ക് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കണ്ടാലോ എങ്ങനെയാണ് നമ്മുടെ ചിക്കനൊക്കെ വെന്തോ ഇല്ലയോ, നമ്മുടെ റൈസൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതേ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റൈസൊക്കെ വെന്ത് നല്ലതായിട്ട് വായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ വെന്തോ ഇല്ലയെന്ന് അറിയണ്ട, എന്നാലും നമുക്ക് 100% നമ്മുടെ റിസൾട്ട് റെഡി ആയിട്ടുണ്ട്, നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് പൊട്ടി നല്ല ജ്യൂസി ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി റെസിപ്പി, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. സലാഡ് സൈഡിൽ വെച്ച് കൊടുക്കുക, പപ്പടമോ ഇച്ചിരി അച്ചാറൊക്കെ ആയിട്ട് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ.